ഹായ് ഫ്രണ്ട്സ്, ആർച്ചി വ്ളോഗിൻ്റെ മറ്റു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മുട്ടയിട്ടൊരു ചീരത്തോരനാണ്. അതായത് വേലിച്ചീരത്തോരനാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ വേലിച്ചീരയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതിന് പല പേരുകളും അറിയപ്പെടുന്നു. വേലിച്ചീര എന്നും മധുരച്ചീര എന്നും മൈസൂർ ചീര എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. കേരളത്തിൽ നന്നായിട്ട് വളരും. ഇപ്പം ഞാൻ എടുക്കുന്നത് കണ്ടില്ലേ, ഇതിൻ്റെ തണ്ട് മാത്രമാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ഇലയും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിൻ്റെ തണ്ട് മാത്രമേ എടുക്കുന്നുള്ളൂ. ഇതുപോലെ നുള്ളി അതിൻ്റെ മേലത്തെ തണ്ട് മാത്രമേ എടുക്കുന്നുള്ളൂ. ജസ്റ്റ് ഇതിൻ്റെ ഒരു കമ്പ് ജസ്റ്റ് ഒന്ന് കുത്തി വെച്ചാൽ മാത്രം മതി. പ്രത്യേകിച്ച് വളമോ കാര്യങ്ങളോ ഒന്നും വേണ്ട. പെട്ടെന്ന് തന്നെ വളർന്നോളും. പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ നന്നായിട്ട് വളരും ഇത്. അതുപോലെ തന്നെ ഒരുപാട് പ്രോട്ടീനും വിറ്റാമിൻ സിയും കാൽസ്യം അയണൊക്കെ അടങ്ങിയിട്ടുള്ളതാണ്. ചീരയിൽ കേമൻ എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം കേട്ടോ. അപ്പോൾ നമ്മുടെ മുട്ടച്ചീരത്തോരന് വേണ്ട ഇൻഗ്രീഡിയൻസ് നോക്കാം. തേങ്ങ, ഒരു സവാള, 3 മുട്ട, കറിവേപ്പില, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, വറ്റൽമുളക്, പച്ചമുളക്, കടുക്, വെളിച്ചെണ്ണ, ഉപ്പ്, മുളക് പൊടി, പിന്നെ നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന വേലിച്ചീര. ഇത്രയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് വരുന്നത്. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ചീരത്തോരൻ കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതിൽ മുട്ടയൊക്കെ ഇട്ടത് കൊണ്ട് തന്നെ കുറച്ച് സ്വാദ് കൂടാനും ടേസ്റ്റ് കൂടാനൊക്കെ നല്ലതാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിന്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാനിപ്പോൾ ഇവിടെ ഒരു ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ വെളുത്തുള്ളി, അതുപോലെ തന്നെ പച്ചമുളക്, പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മുടെ തേങ്ങ, കണ്ടില്ലേ, നന്നായിട്ട് മുട്ടയൊക്കെ നന്നായിട്ട് പൊടി പൊടി പോലെ വന്നിട്ടുണ്ട് മുട്ട. ഈ സമയത്ത് നമ്മുടെ ചീര ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇടാൻ നിങ്ങൾ പ്രത്യേകം ഓർക്കണം. നിർബന്ധമായിട്ടും മഞ്ഞൾപ്പൊടി ഇടണം കേട്ടോ. നമ്മൾ ഈ ഇലക്കറികളൊക്കെ വെക്കുമ്പോൾ മഞ്ഞൾപ്പൊടി നിർബന്ധമായിട്ട് ഇടണം. നന്നായിട്ട് നമ്മൾ ഇളക്കി മിക്സ് ചെയ്യാം.
അപ്പോൾ ഇതൊന്ന് ഇളക്കി ഒതുക്കി എല്ലാം വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം. നമുക്ക് തുറന്നിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി നോക്കാം. ഈ സമയത്ത് ഉപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ സവാള വഴറ്റിയപ്പോഴും ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മുട്ട നമ്മൾ പൊട്ടിച്ചൊഴിച്ച് കലക്കി ഒഴിച്ചപ്പോഴും അതിലേക്ക് ഇച്ചിരി ഉപ്പിട്ടിട്ടാണ് ചേർത്തത്. അപ്പോൾ ഈ സമയത്ത് ഉപ്പ് കുറവൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് ഉപ്പൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതേ നമ്മുടെ അടിപൊളിയായിട്ടുള്ള മുട്ടയിട്ട ചീരത്തോരന് റെഡി ആയിട്ടുണ്ട്. കുട്ടികളൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ചെയ്ത് നോക്കണം. ഇത് നമുക്ക് മുരിങ്ങയിലയിലും വേണമെങ്കിൽ ചെയ്യാം, അടിപൊളിയായിരിക്കും. അതുപോലെ തന്നെ ഈ ചീര വീട്ടിലുള്ളവർ തീർച്ചയായും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.